ഹായ്, ഈ കേസ് സ്റ്റഡി റിപ്പോർട്ടിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതലധികം പ്രൈസ്, അതായത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഒരു 4 പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് റീറ്റെയിൽ പ്രൈസ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, ഫാക്ടറി പ്രൈസ് എന്നാണ് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത്. അത് ബിസിനസ്സിന് അനുയോജ്യമായിട്ട്, സപ്പോസ് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട പ്രൈസ് സ്റ്റാൻഡേർഡ്, പ്രീമിയം, ലക്സറി എന്നത് പോലെ നമ്മളിവിടെ റീനെയിം ചെയ്യുന്നു. മാക്സിമം റീറ്റെയിൽ പ്രൈസിനെ നമുക്ക് സ്റ്റാൻഡേർഡ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ലക്സറി എന്നോ, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് ലക്സറി എന്നോ സ്റ്റാൻഡേർഡ് എന്നോ നമ്മളിങ്ങനെ നെയിം ചെയ്യുന്നു. സോ അത് ഐറ്റം മാസ്റ്ററിൽ നമ്മളത് സെറ്റ് ചെയ്യുമായിരിക്കും. വൺസ് നമ്മൾ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഐറ്റം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പ്ലൈവുഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് 3 പ്രൈസ് വരും. സോ ആ 3 പ്രൈസിൽ അവർക്ക് ഏത് പ്രൈസാണോ നമ്മൾ മാസ്റ്ററിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രൈസ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വരും. നമ്മളിവിടെ ലാസ്റ്റായിട്ടുള്ള ഈ അമൗണ്ട് എന്നുള്ള കളം എടുത്തു മാറ്റുകയാണ് ചെയ്യുക. സോ താഴെ നമുക്ക് 3 പ്രൈസ് ഉണ്ടാകും, അതായത് സ്റ്റാൻഡേർഡ്, ലക്സറി, അതുപോലെ തന്നെ പ്രീമിയം എന്നൊരു പ്രൈസ് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3ൻ്റെയും ഡീറ്റെയിൽസിൻ്റെ ടോട്ടൽ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. സോ എഡിറ്റിലും അത് അവൈലബിൾ ആയിട്ട് വരും. കൊട്ടേഷൻ്റെ എഡിറ്റിലും അത് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ വ്യൂവിലും അത് അവൈലബിൾ ആയിരിക്കും. കൊട്ടേഷൻ വ്യൂവിൽ നമുക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ ഹെഡിങ് വൈസ് വെച്ചിട്ടും കൊടുക്കാം. ഹെഡിങ് വെച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഈ പ്രൈസിൻ്റെ അവിടെ, ഇതിൽ യൂണിറ്റ് പ്രൈസ് ഇല്ല, ഇവിടെയുണ്ട്. യൂണിറ്റ് പ്രൈസിൽ നമുക്ക് 3 പ്രൈസായിട്ട് സെഗ്മെൻറ്റ് ചെയ്തിട്ട് കാണിക്കും. ഈ ടോട്ടൽ ഓരോന്നിൻ്റെ താഴെയും സ്റ്റാൻഡേർഡിൻ്റെ ടോട്ടലും, അതുപോലെ തന്നെ പ്രീമിയത്തിൻ്റെ ടോട്ടലും, ലക്സറിയുടെ ടോട്ടലും ഇത് അവൈലബിൾ ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൈസിൻ്റെ പാർട്ട് കസ്റ്റമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു കസ്റ്റമൈസേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിസ്റ്റിൽ നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഹോട്ട് ഡേറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണോ സ്റ്റേജസ് ഉള്ളത്, കുറേ സ്റ്റേജസ് ഉണ്ടാകും. ഹോട്ട് ഡേറ്റയ്ക്ക് അകത്ത് തന്നെ കുറേ സ്റ്റേജസ് ഉണ്ടാകും. സോ അതെല്ലാം തന്നെ നമ്മൾ ടൈല് രീതിക്ക് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ സ്ക്രീന് കാണാം. സോ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ സ്ക്രീൻ. സപ്പോസ് വന്നിട്ട് ലീഡ് ഫോളോ അപ്പ് സമ്മറി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയും കുറേ സ്റ്റേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലീഡ് റവന്യൂ സമ്മറി എന്നൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയും നമുക്ക് കുറേ ലീഡ്സിൻ്റെ സ്റ്റേജസ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഓരോന്നിലും എത്ര ലീഡ്സ് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് ഒരു സിംഗിൾ ഡാഷ്ബോർഡ് വ്യൂവിൽ കാണാൻ കഴിയുന്ന രീതിക്ക് നമ്മളത് കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും. അത് വരുന്നത് നമുക്ക് CRM ഡാഷ്ബോർഡ് എന്ന മെനുവിൻ്റെ ഇതിലായിരിക്കും നമുക്ക് ടോട്ടലായിട്ടുള്ള വ്യൂ കിട്ടുന്നത്. താങ്ക് യു.